PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നടക്കാൻ പോകുന്ന ജൂനിയർ ക്ലർക്ക് എക്സാമിന് വേണ്ടിയിട്ട് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജനുവരി 4-ന് നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Discount allowed at the time of sale of goods. Discount allowed at the time of sale of goods. Options: recorded at the invoice, recorded in journal proper, recorded at a discount account, none of the above. ഗുഡ്സ് സെയിൽ ചെയ്യുന്ന സമയത്ത് അലവ് ചെയ്ത ഡിസ്കൗണ്ട് എന്താണ് ചെയ്യുന്നത്? അതാണ് ചോദ്യം. നമുക്കറിയാം, രണ്ട് തരത്തിലുള്ള ഡിസ്കൗണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്: ക്യാഷ് ഡിസ്കൗണ്ടും ട്രേഡ് ഡിസ്കൗണ്ടും. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ക്രെഡിറ്റർ ഡെറ്റർക്ക് അലവ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതായത് കൊടുക്കാനുള്ള ക്യാഷ് കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കുമ്പം ക്രെഡിറ്റർ ഡെറ്റർക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ഇത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. എന്നാൽ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ബൾക്ക് പർച്ചേസ് നടത്തുന്ന സമയത്ത് സെല്ലർ ബയ്യർക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ്. ഇത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നതല്ല. പിന്നെ സെയിൽ സമയത്ത് ഡിസ്കൗണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇൻവോയ്സിൽ റെക്കോർഡ് ചെയ്യാറുണ്ട്. 1000 രൂപയുടെ പർച്ചേസ് നടത്തുമ്പോൾ 100 രൂപ ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് കുറച്ച് ബാക്കി 900 രൂപയാണ് ഫൈനൽ എമൗണ്ടിൽ കാണിക്കുന്നത്. അപ്പം ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ്, റെക്കോർഡഡ് അറ്റ് ദ ഇൻവോയ്സ്. സെല്ലർ അനുവദിച്ചിട്ടുള്ള ഡിസ്കൗണ്ട് ഇൻവോയ്സിൽ കാണിക്കും. ഓപ്ഷൻ എ ആണ് ഉത്തരം, റെക്കോർഡഡ് അറ്റ് ദ ഇൻവോയ്സ്. രണ്ടാമത്തെ ചോദ്യം: ദ ഡെബിറ്റ് നോട്ട് നമ്പർ ഈസ് ജനറലി ഷോൺ. ദ ഡെബിറ്റ് നോട്ട് നമ്പർ ഈസ് ജനറലി ഷോൺ. ഓപ്ഷൻസ്: ഇൻവോയ്സ് ജേണൽ, സെയിൽസ് ബുക്ക്, സെയിൽസ് റിട്ടേൺസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്. ഡെബിറ്റ് നോട്ട് നമ്പർ എവിടെയാണ് കാണിക്കാറ്? ഇതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പർച്ചേസ് റിട്ടേൺ ബുക്ക്. നമുക്കറിയാം, ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത് സെയിൽസ് റിട്ടേണുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ്. അതുപോലെ ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത് പർച്ചേസ് റിട്ടേണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഡെബിറ്റ് നോട്ട് നമ്പർ കാണിക്കുന്നത് പർച്ചേസ് റിട്ടേൺ ബുക്കിലാണ്. പർച്ചേസ് റിട്ടേണിൻ്റെ ഒരു സോഴ്സ് ഡോക്യുമെൻ്റാണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഡെബിറ്റ് നോട്ട് നമ്പർ പർച്ചേസ് റിട്ടേൺ ബുക്കിലാണ് കാണിക്കുന്നത്. അതുപോലെ ക്രെഡിറ്റ് നോട്ട് നമ്പർ സെയിൽസ് റിട്ടേൺ ബുക്കിൽ കാണിക്കും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് വിൽ ബി. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് വിൽ ബി. ഓപ്ഷൻസ്: ഡെബിറ്റ്, ക്രെഡിറ്റ്, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്, നോ ബാലൻസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്താണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്. ഒന്നുകിൽ ഡെബിറ്റ് ആവാം അല്ലെങ്കിൽ ക്രെഡിറ്റ് ആവാം. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരം പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസസും ക്രെഡിറ്റ് സൈഡിൽ ഇൻകവും റെക്കോർഡ് ചെയ്യും. ഈ ഡെബിറ്റ് ബാലൻസ് ആണ് ഉള്ളതെങ്കിൽ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ക്രെഡിറ്റ് സൈഡിനേക്കാൾ കൂടുതലുള്ളതിനെയാണ് ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണ് എങ്കിൽ അത് ലോസ് ആവും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ലോസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡെഫിസിറ്റ് എന്ന വാക്കുകൊണ്ടാണ്. അതുപോലെ പ്രോഫിറ്റ് ആണെങ്കിൽ സർപ്ലസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് വിൽ ബി എയ്തർ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. അപ്പോൾ ഡെബിറ്റും ആവാം ക്രെഡിറ്റും ആവാം. ഓപ്ഷൻ സി ആണ് ഉത്തരം. അൺകോൾഡ് പോർഷൻ ഓഫ് ക്യാപിറ്റൽ ഈസ് കോൾഡ് ഡാഷ് ക്യാപിറ്റൽ. അൺകോൾഡ് പോർഷൻ ഓഫ് ക്യാപിറ്റൽ ഈസ് കോൾഡ് ഡാഷ് ക്യാപിറ്റൽ. ഓപ്ഷൻസ്: പെയ്ഡ് അപ്പ്, റിസർവ്, ബോറോവ്ഡ്, ഓതറൈസ്ഡ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, റിസർവ് ക്യാപിറ്റൽ. അൺകോൾഡ് പോർഷൻ ഓഫ് ക്യാപിറ്റലിനെയാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റലിൻ്റെ അൺകോൾഡ് പോർഷനെയാണ് റിസർവ് എന്ന് പറയുന്നത്. ഓതറൈസ്ഡ് ക്യാപിറ്റലും ചോദിച്ചിട്ടുള്ളതാണ്. ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് റേസ് ചെയ്യാവുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റലാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അപ്പോൾ അൺകോൾഡ് പോർഷൻ ഓഫ് ക്യാപിറ്റൽ ഈസ് കോൾഡ് റിസർവ് ക്യാപിറ്റൽ. ഓപ്ഷൻ ബി ആണ് ഉത്തരം.
Process costing method is useful to dash industry. Process costing method is useful to dash industry. Options: garment industry, biscuit industry, textile industry, all the above. ഈ തന്നിരിക്കുന്ന ഇൻഡസ്ട്രീസിൽ പ്രോസസ് കോസ്റ്റിംഗ് മെത്തേഡ് ഏതിനാണ് സ്യൂട്ടബിൾ ആകുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ഗാർമെൻറ്റും ടെക്സ്റ്റൈലും ഒന്നാണെന്ന് കരുതരുത്. ഗാർമെൻറ്റിൽ ഡ്രസ്സിൻ്റെ പല ബിസിനസ് വരുന്നുണ്ട്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോസ്റ്റിംഗ് മെത്തേഡാണ് പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗ് നമുക്കറിയാം, കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ നടത്തുന്ന ഇൻഡസ്ട്രീസ്, അതായത് മാനുഫാക്ചറിങ് ഈസ് ക്യാരീഡ് ഓൺ ത്രൂ ഡിഫറെൻറ്റ് പ്രോസസ്സ്. പല പ്രോസസ്സുകളിലൂടെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആവുന്ന തരത്തിലുള്ള അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്ട്രീസിനാണ് ഈ പ്രോസസ് കോസ്റ്റിംഗ് മെത്തേഡ് സ്യൂട്ടബിൾ ആകുന്നത്. ദ ഔട്ട്പുട്ട് ഓഫ് ഈച്ച് പ്രോസസ് ബിക്കംസ് ദ റോ മെറ്റീരിയൽ ഓഫ് ദ സബ്സിക്വൻറ്റ് പ്രോസസ്. ആദ്യത്തെ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ടായിരിക്കും തൊട്ടടുത്ത പ്രോസസ്സിൻ്റെ ഇൻപുട്ട്. ഈ പ്രോസസ് കോസ്റ്റിംഗ് മെത്തേഡ് സ്യൂട്ടബിൾ ആവുന്നത് കെമിക്കൽസ്, ഓയിൽ, സിമെൻറ്റ്, ഫ്ലോർ മിൽസ്, ടെക്സ്റ്റൈൽസ്, ഷുഗർ ഇൻഡസ്ട്രീസ്, ഇത്തരം ഇൻഡസ്ട്രീസിനൊക്കെയാണ് ഈ പ്രോസസ് കോസ്റ്റിംഗ് മെത്തേഡ് സ്യൂട്ടബിൾ ആകുന്നത്. നമുക്കറിയാം, ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് ബാച്ച് കോസ്റ്റിങ്ങിലാണ് വരിക. ഓരോരോ ബാച്ചുകളായിട്ട് പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്ട്രീസിനാണ് ബാച്ച് കോസ്റ്റിംഗ് മെത്തേഡ് സ്യൂട്ടബിൾ ആകുന്നത്. ബിസ്ക്കറ്റൊക്കെ ഈ ബാച്ച് കോസ്റ്റിങ്ങിലാണ് വരുന്നത്. അടുത്തത്, ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ബിൽസ് പേയബിൾ ഈസ് ഡ്യൂ ടു. ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ബിൽസ് പേയബിൾ ഈസ് ഡ്യൂ ടു. ഓപ്ഷൻസ്: ഇൻക്രീസ് ഇൻ ക്യാഷ്, ഡിക്രീസ് ഇൻ ക്യാഷ്, ഇൻക്രീസ് ഇൻ ഡെറ്റേഴ്സ്, നൺ ഓഫ് ദ എബവ്. ബിൽസ് പേയബിളിൽ വർധനവുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഏത് കാരണം കൊണ്ടാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇൻക്രീസ് ഇൻ ക്യാഷ്. ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റിയാണ്. ലയബിലിറ്റി കൂടി. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ മാച്ച് ആവുന്ന എന്താണ്? ക്യാഷ് കൂടിയിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ലയബിലിറ്റി നമ്മൾ കൊടുത്ത് തീർക്കുമ്പോൾ അവിടെ ക്യാഷിൽ കുറവ് വരും. ലയബിലിറ്റി കുറയുമ്പോൾ ക്യാഷ് കുറയും. ഇവിടെ ലയബിലിറ്റി കൂടുകയാണ് ചെയ്തത്. ബിൽസ് പേയബിൾ ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഇൻക്രീസ് ഇൻ ക്യാഷ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. കോസ്റ്റ് വിച്ച് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ ഈസ്. കോസ്റ്റ് വിച്ച് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ ഈസ്. ഓപ്ഷൻസ്: സങ്ക് കോസ്റ്റ്, പ്രോഡക്റ്റ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, നൺ ഓഫ് ദ എബവ്. പ്രൊഡക്ഷനുമായി ബന്ധമില്ലാത്ത കോസ്റ്റ് ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, സങ്ക് കോസ്റ്റ്. പ്രോഡക്റ്റ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും സെയിം ആണ്. വേരിയബിൾ കോസ്റ്റിൻ്റെ മറ്റൊരു പേരാണ് പ്രോഡക്റ്റ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റിൻ്റെ മറ്റൊരു പേരാണ് പീരിയഡ് കോസ്റ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വേരിയബിൾ കോസ്റ്റും പ്രോഡക്റ്റ് കോസ്റ്റും സെയിം ആണ്. ഇതൊക്കെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധമുള്ളതാണ്. സങ്ക് കോസ്റ്റിന് പ്രൊഡക്ഷനുമായിട്ട് ബന്ധമില്ല. സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ കോസ്റ്റ് ഇൻകേർഡ് ഇൻ പാസ്റ്റ്. പാസ്റ്റിൽ എപ്പോഴോ സംഭവിച്ചിട്ടുള്ള ഒരു കോസ്റ്റാണ് സങ്ക് കോസ്റ്റ്. എ സങ്ക് കോസ്റ്റ് ഈസ് ആൻ എക്സ്പെൻഡിച്ചർ മെയ്ഡ് ഇൻ ദ പാസ്റ്റ് ദറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ് ആൻഡ് ഓവർ വിച്ച് മാനേജ്മെൻറ്റ് നോ ലോങ്ങർ ഹാസ് കൺട്രോൾ. അപ്പോൾ പാസ്റ്റിൽ എപ്പോഴോ സംഭവിച്ച കോസ്റ്റാണ് സങ്ക് കോസ്റ്റ്. ഇതിന് പ്രൊഡക്ഷനുമായിട്ട് ബന്ധമില്ല. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഡിപ്രീസിയേഷൻ മെത്തേഡ് സ്യൂട്ടബിൾ ഫോർ ഓയിൽ വെൽസ്. ഡിപ്രീസിയേഷൻ മെത്തേഡ് സ്യൂട്ടബിൾ ഫോർ ഓയിൽ വെൽസ്. ഓപ്ഷൻസ്: ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ്, ആനുവിറ്റി, റീവാലുവേഷൻ, ഔട്ട്പുട്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓയിൽ വെൽസ്, അതായത് എണ്ണക്കിണറുകൾ, എണ്ണപ്പാടങ്ങൾ, കൽക്കരിപ്പാടങ്ങൾ, ഇതുപോലെയുള്ള നാച്ചുറൽ റിസോഴ്സസ് എല്ലാം വേസ്റ്റിംഗ് അസറ്റ്സ് ആണ്. വേസ്റ്റിംഗ് അസറ്റ്സുമായി ബന്ധപ്പെട്ട ഡിപ്രീസിയേഷൻ ടേമാണ് ഡിപ്ലഷൻ. ഡിപ്ലഷൻ മെത്തേഡാണ് വേസ്റ്റിംഗ് അസറ്റിൻ്റെ ഡിപ്രീസിയേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഡിപ്ലഷൻ മെത്തേഡ്, ഡിപ്ലഷൻ മെത്തേഡിൻ്റെ വേറൊരു പേരാണ് ഔട്ട്പുട്ട് മെത്തേഡ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഔട്ട്പുട്ട് മെത്തേഡ്. ഡിപ്രീസിയേഷൻ മെത്തേഡ് സ്യൂട്ടബിൾ ഫോർ ഓയിൽ വെൽസ് ഈസ് ഔട്ട്പുട്ട് മെത്തേഡ് ഓർ ഡിപ്ലഷൻ മെത്തേഡ്. അടുത്തത്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റ്സ്. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻഡിക്കേറ്റ്സ്. ഓപ്ഷൻസ്: സോഴ്സ് ഓഫ് ഫണ്ട്സ്, ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സ്, നോ ചേഞ്ച് ഇൻ കറണ്ട് അസറ്റ്, ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്.
ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സെയിൽ എന്താണ്, നമുക്ക് ക്യാഷ് കിട്ടുന്നതാണ്. അപ്പം ഓപ്ഷൻ എ ആണ് ഉത്തരം, സോഴ്സ് ഓഫ് ഫണ്ട്. ക്യാഷ് കൊടുക്കുന്നതാണെങ്കിൽ, പേയ്മെൻ്റ് ആണെങ്കിൽ അത് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ട് വരും. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ക്യാഷ് വരുന്നതാണ്, അത് സോഴ്സ് ഓഫ് ഫണ്ട് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ കൺസൈനി ആൻഡ് സെൻഡ് ടു ദ കൺസൈനർ പീരിയോഡിക്കലി. സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ കൺസൈനി ആൻഡ് സെൻഡ് ടു ദ കൺസൈനർ പീരിയോഡിക്കലി. ഓപ്ഷൻസ് ഇൻവോയ്സ്, പ്രൊഫോമ ഇൻവോയ്സ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അക്കൗണ്ട് സെയിൽസ്. കൺസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് 2 തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൺസൈനർ കൺസൈനിക്ക് അയക്കുന്നതും കൺസൈനി കൺസൈനർക്ക് അയക്കുന്നതും. ഗുഡ്സ് കൺസൈൻമെൻറ്റ് നടത്തുമ്പോൾ കൺസൈൻമെൻറ്റ് നടത്തിയ ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചുകൊണ്ട് ഒരു ഇൻവോയ്സ് കൺസൈനിക്ക് അയച്ചു കൊടുക്കുന്നു. അതിനെ പ്രൊഫോമ ഇൻവോയ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ കൺസൈനർ കൺസൈനിക്ക് അയച്ചു കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പ്രൊഫോമ ഇൻവോയ്സ് ആണ്. കൺസൈനർ കൊടുത്ത ഈ ഗുഡ്സ് കൺസൈനി സെയിൽ ചെയ്യുകയും അതിന് കമ്മീഷൻ വാങ്ങുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെ സെയിൽ നടത്തിയതിൻ്റെ ഡീറ്റെയിൽസ് കമ്മീഷനൊക്കെ കാണിച്ചുകൊണ്ട് കൺസൈനി കൺസൈനർക്ക് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ട് സെയിലാണ്. കൺസൈനി കൺസൈനർക്ക് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ട് സെയിലാണ്. ഇവിടെ ചോദ്യം ഇതാണ്, സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ കൺസൈനി ആൻഡ് സെൻഡ് ടു ദ കൺസൈനർ പീരിയോഡിക്കലി. കൺസൈനി കൺസൈനർക്ക് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ട് സെയിലാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് സെറ്റിൽഡ് ബിഫോർ ഇറ്റ്സ് ഡ്യൂ ഡേറ്റ് ഈസ് ടേംഡ് ആസ്. എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് സെറ്റിൽഡ് ബിഫോർ ഇറ്റ്സ് ഡ്യൂ ഡേറ്റ് ഈസ് ടേംഡ് ആസ് ഡിസ്കൗണ്ടിങ്, എൻഡോസിങ്, റിട്ടയർമെൻറ്റ്, റിനീവൽ. ഡ്യൂ ഡേറ്റിന് മുൻപ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് 2 പാർട്ടികളും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ സെറ്റിൽ ചെയ്യുന്നതിനെ എന്താണ് പറയുന്നത്, റിട്ടയർമെൻ്റ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ഡേറ്റിന് മുൻപേ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നതാണ്. ബാങ്ക് ഡിസ്കൗണ്ട് ചെയ്ത ബില്ലിന് ഫേസ് വാല്യൂവിൽ നിന്നും കുറച്ച് എമൗണ്ട് കുറച്ചിട്ട് ബാക്കി എമൗണ്ടാണ് കൊടുക്കുന്നത്. ബില്ല് അങ്ങനെ ചെയ്യുന്നതിനെ ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നു. ഡ്യൂ ഡേറ്റിന് മുൻപ് 2 പാർട്ടികളും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ബില്ല് സെറ്റിൽ ചെയ്യുന്നതിനെ റിട്ടയർമെൻ്റ് എന്നാണ് പറയുന്നത്. ഇനി റിനീവൽ എന്ന് വെച്ചാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അക്സെപ്റ്റ് ചെയ്തയാൾക്ക് പറഞ്ഞ സമയത്തിന് ക്യാഷ് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ പുതിയ ബില്ല് കൊടുക്കുന്നതിന് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ പഴയ ബില്ല് ക്യാൻസൽ ചെയ്തിട്ട് പുതിയ ബില്ല് ഉണ്ടാക്കുന്നതിനെയാണ് റിനീവൽ എന്ന് പറയുന്നത്. എൻഡോസിങ് എന്ന് വെച്ചാൽ ഒരാൾക്ക് കിട്ടിയ ബില്ല് അയാൾ ക്യാഷ് കൊടുക്കാനുള്ള വേറൊരാൾക്ക് എൻഡോസ് ചെയ്ത് കൊടുക്കുന്നു. ചെക്ക് എൻഡോസ് ചെയ്ത് കൊടുക്കുന്ന പോലെ കൊടുക്കുന്നു. അതിനെയാണ് എൻഡോസിങ് എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് സെറ്റിൽഡ് ബിഫോർ ഇറ്റ്സ് ഡ്യൂ ഡേറ്റ് ഈസ് ടേംഡ് ആസ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, റിട്ടയർമെൻറ്റ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. ഓപ്ഷൻസ് ഫിക്സഡ് ലയബിലിറ്റി, കറൻറ്റ് ലയബിലിറ്റി, കണ്ടിൻജൻറ്റ് ലയബിലിറ്റി, ലോങ് ടേം ലയബിലിറ്റി. ഈ തന്നിരിക്കുന്നതിൽ ഡിഫറൻറ്റ് ഏതാണ്, കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കണ്ടിൻജൻറ്റ് ലയബിലിറ്റി. കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഒരു റിയൽ ലയബിലിറ്റി അല്ല, അത് ഫ്യൂച്ചറിൽ സംഭവിക്കാവുന്ന ഒരു ലയബിലിറ്റിയാണ്. ബാക്കി 3 ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന റിയൽ ആയിട്ടുള്ള ലയബിലിറ്റീസ് ആണ്. ഫിക്സഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് വിച്ച് നീഡ് നോട്ട് ബി ഡിസ്ചാർജ്ഡ് എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് മാത്രം ഡിസ്ചാർജ് ചെയ്യേണ്ടുന്ന ലയബിലിറ്റിയാണ് ഫിക്സഡ് ലയബിലിറ്റി. കറൻറ്റ് ലയബിലിറ്റി നമുക്കറിയാം, വിത്തിൻ 1 ഇയർ, 1 വർഷത്തിനുള്ളിൽ കൊടുത്ത് തീർക്കേണ്ട ലയബിലിറ്റീസ്, ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ്, ഇതെല്ലാം കറൻറ്റ് ലയബിലിറ്റീസിന് ഉദാഹരണങ്ങളാണ്. ലോങ് ടേം ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 വർഷത്തിന് മുകളിൽ സമയമെടുത്ത് കൊടുത്തു തീർക്കാവുന്ന ലയബിലിറ്റീസാണ് ലോങ് ടേം ലയബിലിറ്റീസ്. അപ്പോൾ ഈ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ സി ആണ്, കണ്ടിൻജൻറ്റ് ലയബിലിറ്റി. അതൊരു റിയൽ ലയബിലിറ്റി അല്ല, ഫ്യൂച്ചറിൽ സംഭവിക്കാവുന്ന ലയബിലിറ്റീസ് ആണ്. വാട്ട് ഈസ് ദ ഫോർമുല ടു ഫൈൻഡ് ഔട്ട് ദ ബാലൻസ് ഓഫ് ലയബിലിറ്റി ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? What is the formula to find out the balance of liability
in the balance sheet of a cooperative society? Options: opening balance plus receipt minus payment, opening balance plus payment minus receipt, payment minus receipt, none of these. കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റിയുടെ ബാലൻസ് കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് റെസീറ്റ് മൈനസ് പേയ്മെൻറ്റ്. അസറ്റിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കാൻ ഓപ്പണിംഗ് ബാലൻസിനോടുകൂടി പേയ്മെൻറ്റ് കൂട്ടി റെസീറ്റ് കുറയ്ക്കണം. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ലയബിലിറ്റിയുടെ ബാലൻസ് കണ്ടുപിടിക്കാൻ ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെ റെസീറ്റ് കൂട്ടിയിട്ട് പേയ്മെൻറ്റ് കുറയ്ക്കണം. അസറ്റ് കാണാൻ പേയ്മെൻറ്റ് ആഡ് ചെയ്ത് റെസീറ്റ് കുറയ്ക്കണം. ലയബിലിറ്റി കാണാൻ റിവേഴ്സ് ആയിട്ട് വരും, അതായത് റെസീറ്റ് കൂട്ടി പേയ്മെൻറ്റ് കുറയ്ക്കണം. ഡെറ്റേഴ്സ് ലെഡ്ജർ കണ്ടെയ്ൻസ് ദ അക്കൗണ്ട്സ് ഓഫ് ഓപ്ഷൻസ്: കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, ഓണേഴ്സ്, സെയിൽസ്. ഡെറ്റേഴ്സ് ലെഡ്ജറിൽ ആരുടെ അക്കൗണ്ടാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, കസ്റ്റമേഴ്സ്. ഈ ഡെറ്റേഴ്സ് ലെഡ്ജറിനെയാണ് കസ്റ്റമേഴ്സ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഡെറ്റേഴ്സ് ലെഡ്ജർ ഓൾസോ നോൺ ആസ് കസ്റ്റമേഴ്സ് ലെഡ്ജർ. ഡെറ്റേഴ്സ് ലെഡ്ജറിൽ കാണിക്കുന്നത് കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ ഡെറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഹെവി അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് ടു ലോഞ്ച് എ ന്യൂ പ്രോഡക്റ്റ് ഇൻ ദ മാർക്കറ്റ് ഈസ് ഡാഷ് എക്സ്പെൻസ്. Heavy advertisement expense to launch a new product in the market is dash expense. Options: revenue expense, capital expense, deferred revenue expense, none of these. Heavy advertisement expense എന്താണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഡിഫേർഡ് റവന്യൂ എക്സ്പെൻസ്. അതായത് സാധാരണ എക്സ്പെൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബെനിഫിറ്റ് വരുന്നത് 1 വർഷം വരെ ആയിരിക്കും. എന്നാൽ 1 വർഷത്തിനപ്പുറത്തേക്ക് ഒരു എക്സ്പെൻസിൻ്റെ ബെനിഫിറ്റ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നത്. ഉദാഹരണം ഇതുപോലെ ഹെവി അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ്, അതുപോലെ പ്രോസ്പെക്ടസ് പ്രിൻ്റ് ചെയ്യുന്ന ചാർജ്, പ്രിലിമിനറി എക്സ്പെൻസസ്, ഇതെല്ലാം ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന് ഉദാഹരണങ്ങളാണ്. ബിഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് ഡാഷ് എറേഴ്സ് ആർ റെക്ടിഫൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സ്പ്ലനേറ്ററി നോട്ട്. Before the preparation of final account, dash errors are rectified with the help of explanatory note. Options: one-sided, two-sided, compensating, principal. ഏത് തരത്തിലുള്ള എറേഴ്സാണ് ഫൈനൽ അക്കൗണ്ട് കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ കണ്ടുപിടിക്കാൻ കഴിയുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, വൺ സൈഡഡ് എറർ. വൺ സൈഡഡ് എറർ ആണെങ്കിൽ നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കണ്ടുപിടിക്കാം. എന്നാൽ ടു സൈഡഡ് എറേഴ്സ് അല്ലെങ്കിൽ കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ, ഇതൊന്നും അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയുന്നതല്ല. ഇതെല്ലാം ടു സൈഡഡ് എറേഴ്സ് ആണ്. അടുത്ത ചോദ്യം: വെൻ പി വി റേഷ്യോ ഈസ് 40% ആൻഡ് സെയിൽസ് വാല്യൂ ഈസ് 20,000 ദ വേരിയബിൾ കോസ്റ്റ് വിൽ ബി. വെൻ പി വി റേഷ്യോ ഈസ് 40% ആൻഡ് സെയിൽസ് വാല്യൂ ഈസ് 20,000 ദ വേരിയബിൾ കോസ്റ്റ് വിൽ ബി. ഓപ്ഷൻസ്: ₹8,000, ₹12,000, ₹24,000, ₹10,000. പി വി റേഷ്യോ 40 സെയിൽസിൻ്റെ 40%. അങ്ങനെയെങ്കിൽ സെയിൽസ് തന്നിട്ടുണ്ട് 20,000, വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കണം. നമുക്കറിയാം പി വി റേഷ്യോ എന്ന് പറയുന്നതിൻ്റെ ഫോർമുല C/S × 100, കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് × 100. ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ ആ ഒരു ഫോർമുല അപ്ലൈ ചെയ്താലും മതി. അല്ലെങ്കിൽ പി വി റേഷ്യോ 40% ആണെങ്കിൽ, സെയിൽസിൻ്റെ 40% ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് അതിൻ്റെ ബാലൻസ് ആയിരിക്കും, 60% ആയിരിക്കും. അപ്പോൾ സെയിൽസിൻ്റെ 60% എന്ന് പറയുന്നത് 20,000ൻ്റെ 60%, അത് 12,000 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ₹12,000. One of the objectives of standard costing is options: control and reduce cost, measure performance, simplify production, none of this. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ പെടുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? അതാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, കൺട്രോൾ ആൻഡ് റെഡ്യൂസ് കോസ്റ്റ്.
കോസ്റ്റ് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നു, അത് ആക്ച്വൽ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അതിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് കാൽക്കുലേറ്റ് EOQ ഫ്രം ദ ഫോളോവിങ്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ EOQ കണ്ടുപിടിക്കണം. നമുക്കറിയാം EOQ എന്ന് പറയുന്നത് ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ടു ബി ഓർഡേർഡ് അറ്റ് വൺ ടൈം. ഒരു സമയത്ത് എത്ര മെറ്റീരിയലാണ് ഓർഡർ ചെയ്യേണ്ടത്, ആ ഒരു കറക്റ്റ് ക്വാണ്ടിറ്റിനെയാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കാനൊരു ഫോർമുലയുണ്ട്, അതാണ് √2CO ഡിവൈഡഡ് ബൈ I. C എന്ന് പറയുന്നത് ആനുവൽ കൺസംഷനാണ് അല്ലെങ്കിൽ ആനുവൽ യൂസേജ് ഓഫ് മെറ്റീരിയൽസ്. O എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻ ഓർഡർ ആണ്. I ആനുവൽ ക്യാരിയിങ് കോസ്റ്റ്. ഇവിടെ എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്? ആനുവൽ റിക്വയർമെൻറ്റ് 1600 യൂണിറ്റ്സ്, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ പെർ യൂണിറ്റ് ₹40, കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് വൺ ഓർഡർ ₹50, ആനുവൽ ക്യാരിയിങ് കോസ്റ്റ് 10% ഓഫ് ഇൻവെൻറ്ററി. ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. EOQ കണ്ടുപിടിക്കണം. ഓപ്ഷൻസ് 200 യൂണിറ്റ്, 400 യൂണിറ്റ്, 600 യൂണിറ്റ്, 800 യൂണിറ്റ്. നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. ഫോർമുല എന്ന് പറയുന്നത് √2CO ഡിവൈഡഡ് ബൈ I. C എന്ന് പറയുന്നത് 1600 ആണ്. O എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് വൺ ഓർഡർ, അത് 50 ആണ്. അപ്പോൾ 2 × 1600 × 50 ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാരിയിങ് കോസ്റ്റ് ആണ് I. അത് ഇൻവെൻട്രിയുടെ 10% ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 40ൻ്റെ 10% 4. ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, √2 × 1600 × 50 ഡിവൈഡഡ് ബൈ 4. √40,000 വരും. അത് സോൾവ് ചെയ്യുമ്പോൾ 200 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ A ആണ് ഉത്തരം, 200 യൂണിറ്റ്. അപ്പോൾ EOQ എന്ന് പറയുന്നത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ്. ഇതിൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുള്ളതാണ്. EOQ മീൻസ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് √2CO ഡിവൈഡഡ് ബൈ I. When overdraft as per cash book is the starting point, check ₹2000 deposited into bank has not been recorded in cash book. In bank reconciliation statement, dash amount will be. When overdraft as per cash book is the starting point, check ₹2000 deposited into bank has not been recorded in cash book. In bank reconciliation statement, dash amount will be. Options: ₹2000 deducted, ₹2000 added, ₹4000 deducted, ₹4000 added. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ചെയ്യുന്ന സമയത്ത് ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ബുക്കിലെ ഓവർ ഡ്രാഫ്റ്റാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റായിട്ട് കാണിക്കുന്നത്. ചെക്ക് 2000 ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ഏത് എമൗണ്ടാണ് ഡിഡക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നത്? ഇതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ A ആണ്, ₹2000 ഡിഡക്റ്റഡ്. 2000 രൂപ കുറച്ച് കാണിക്കും. അപ്പോൾ 4/1/2026 നടന്നിട്ടുള്ള ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.